ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബംഗളൂരു എഫ് സിയുടെ വിദേശ നിലയെക്കുറിച്ചാണ്. ഉറപ്പായിട്ടും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരു എഫ് സിയെ നേരിടാൻ പോകുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ബംഗളൂരു എഫ് സിയുടെ വിദേശ നിലയെ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. സോ അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 500 നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും തന്നെ അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 10K സബ്സ്ക്രൈബേഴ്സാണ്. സോ അതിലേക്ക് നിങ്ങൾ ഞങ്ങളെ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ ഫുട്ബോൾ ആരാധകർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കും. സോ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ താരം എന്ന് പറയുന്നത് കഴുകൻ്റെ കോട്ടയിലേക്ക് ഒരു കഴുകൻ കണ്ണുള്ള വ്യക്തിയെ തന്നെ ബംഗളൂരു എഫ് സി കൊണ്ടുവരികയാണ്. ആ ഒരു താരത്തിൻ്റെ പേരാണ് ഓർഹെ പെരേര ഡിയാസ്. അതെ, കഴുകൻ്റെ കണ്ണുള്ള വ്യക്തി തന്നെയാണ്. അതായത് ഒന്ന് എതിരാളികളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നെങ്കിൽ ഗോൾ അടിക്കും, അല്ലെങ്കിൽ ഗോൾ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായി കിടക്കും. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പെരേര ഡിയാസ് എന്നുള്ളത്. അത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം ഫൈനൽ വരെ എത്തിച്ചു ISL. അതുപോലെ തന്നെ രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത് അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയി. അതിനുള്ള 2 സീസണിൽ മുംബൈ സിറ്റി എഫ് സി അദ്ദേഹം കിരീടം നേടാൻ സാധിച്ചു. അദ്ദേഹത്തിന് ആ ഒരു പാത്ത് നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. സോ ബംഗളൂരു എഫ് സിയിലും ആ ഒരു സക്സസ് അദ്ദേഹം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അർജന്റീന, മലേഷ്യ, ബൊളീവിയ, മെക്സിക്കോ തുടങ്ങിയ ലീഗുകളുടെ ഫസ്റ്റ് ടയറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുപോലെ ചില സെക്കൻഡ് ടയറിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം. ഏതാണ്ട് 74 മത്സരങ്ങളാണ് അദ്ദേഹം ഇന്ത്യയിൽ കളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഏതാണ്ട് 35 ഗോളും 11 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതായത് 74 കളികളിൽ നിന്ന് 46 ഗോൾ കോൺട്രിബ്യൂഷൻസ്. എനിക്ക് ബ്ലാസ്റ്റേഴ്സ് വിട്ട് കളഞ്ഞ താരങ്ങളിൽ ഏറ്റവും നിരാശയുള്ളത് 2 താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. ഒന്ന് സന്ദേശ് സിംഗിനും 2 പെരേര ഡയസുമാണ്. സോ ഞാൻ കണ്ടത് വെച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ട് കളഞ്ഞ് വെച്ച് ഏറ്റവും മികച്ച താരങ്ങൾ ഇവർ 2 പേരുമാണ്. ഇതിൽ രണ്ടാമത്തെ പേരാണ് റയാൻ വില്യംസ്. ഓസ്ട്രേലിയൻ കരുത്തനാണ്. ഓസ്ട്രേലിയ ടീമിന് വേണ്ടി ഇൻ്റർനാഷണൽ മത്സരം കളിച്ചിട്ടുള്ള ഒരു താരമാണ്. വളരെ എക്സ്പീരിയൻസ്, അതായത് ടോപ്പ് നോച്ച് ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു താരമാണ് റയാൻ വില്യംസ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിൽ കുറച്ചെങ്കിലും ഡിം വന്ന് ബംഗളൂരു എഫ് സിയിൽ എത്തിയ ശേഷമാണ്. അതായത് 21 കളികളിൽ നിന്ന് 3 ഗോളുകൾ മാത്രമേ കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ ഡ്യൂറൻ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗോളുകളോ അസിസ്റ്റോ ഒന്നും തന്നെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 30 വയസ്സാണുള്ളത്. വളരെ ചെറുപ്പവുമല്ല, വളരെ പ്രായമുള്ളൊരു താരവുമല്ല. എങ്കിൽ പോലും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ്. അതായത് ലീഗ് 1, ലീഗ് 2, ചാമ്പ്യൻഷിപ്പ്, പ്രീമിയർ ലീഗ് 2 തുടങ്ങിയ ലീഗുകളിൽ, അത് വമ്പൻ ലീഗുകളിലൊക്കെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അദ്ദേഹം. പെർത്ത് ഗ്ലോറി, ഓക്സ്ഫോർഡ് യുണൈറ്റഡ്, പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഫുൾഹാം, അതുപോലെ പോർട്സ്മൗത്ത് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ച് പരിചയമുള്ള താരമാണ് അദ്ദേഹം. ഇനി മൂന്നാമത്തെ താരം ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്രാവശ്യം ബംഗളൂരു എഫ് സിയുടെ ഡിഫൻസ് ലൈനപ്പിൽ ഒരു 1 മാൻ ഷോ ആയിരിക്കും. അതായത് അവരിപ്രാവശ്യം അവരുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ഒറ്റയൊരു വിദേശ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ അലക്സാണ്ടർ ജോവനോവിച്ചാണ്. എന്തായാലും സൈൻ ചെയ്തു എന്ന് പറയുകയല്ല, നിലനിർത്തി എന്ന് പറയാൻ കഴിയും. ഇത് കഴിഞ്ഞ 2 സീസണായിട്ട് അദ്ദേഹം ബംഗളൂരു എഫ് സി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഏതാണ്ട് 53 മത്സരങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യൻ എക്സ്പീരിയൻസ് ആണ്. അതായത് കൊറിയൻ ലീഗിൽ അദ്ദേഹം ഏതാണ്ട് 100-ലധികം മത്സരം കളിച്ചിട്ടുണ്ട്. അതായത് കൊറിയൻ ഫസ്റ്റ് ടയർ ലീഗിൽ ഏതാണ്ട് 90-നടുത്ത് മത്സരങ്ങളും, അതുപോലെ തന്നെ സെക്കൻഡ് ടയർ ലീഗിൽ ഏതാണ്ട് 25ഓളം മത്സരങ്ങളും കളിച്ച് പരിചയമുള്ളൊരു താരമാണ് അദ്ദേഹം. അത് മാത്രമല്ല ചൈനീസ് സൂപ്പർ ലീഗ്, സെർബിയൻ സെക്കൻഡ് ടയർ ലീഗ്, അങ്ങനെ കുറേയധികം ലീഗുകളിൽ അദ്ദേഹത്തിന് കളിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും അവരുടെ ഡിഫൻസിലേക്ക് അവർ വിശ്വാസം അർപ്പിക്കുന്നൊരു താരമാണ്. ഒരേ ഒരു താരത്തെ, അതായത് പ്രോപ്പർ ഡിഫൻഡറായിട്ട് ഒരേ ഒരു വിദേശ താരത്തെ ഒരു സൈൻ ചെയ്തിട്ടുള്ളൂ. അത് അലക്സാണ്ടർ ജോവനോവിച്ചാണ്. വലിയൊരു ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത്. പ്രാവശ്യം ബംഗളൂരു നടത്തിയിട്ടുള്ള ഏറ്റവും വീക്കസ്റ്റ്, അതായത് സ്റ്റാറ്റ് വൈസും മണി വൈസും എല്ലാം കുറച്ച് വീക്കസ്റ്റ് സൈനിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സൈനിങ് ആണ് പെഡ്രോ കാപ്പോ എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സ്പാനിഷ് മിഡ്ഫീൽഡറിൻ്റെ ആ ഒരു സൈനിങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നത്, അതാണ് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നെങ്കിൽ, വേണമെങ്കിൽ നമ്മുടെ അലക്സാണ്ടർ ജോവനോവിച്ചിന് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ കരുതാവുന്ന ഒരു താരമാണ്. ഇത് വേണമെങ്കിൽ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിക്കും. ബട്ട് അദ്ദേഹം കൂടുതലായിട്ട് കളിച്ചിട്ടുള്ളത് ആ ഒരു DMF റോള് തന്നെയാണ്. പിന്നെ ഈ ഒരു ഡ്യൂറൻ കപ്പിലും അദ്ദേഹം 2 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിലും അദ്ദേഹം ഒരു DM റോളിലാണ് കളിച്ചത്. അദ്ദേഹത്തെ ഒരു CB ആയിട്ട് പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. സോ മിക്കവാറും ഒരു DM പൊസിഷനിൽ തന്നെ കളിക്കാനായിരിക്കും വരിക. ഇനി അലക്സാണ്ടർ ജോവനോവിച്ചും പരിക്കോ വല്ല ആവുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു സെൻട്രൽ ബാക്ക് പോസ്റ്റിലേക്ക് ഒരു ഓപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്പാനിഷ് എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ്. ഇതിൻ്റെ ഒരു കരിയർ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത് സ്പാനിഷ് തേർഡ് ടയറിലാണ്. ഏതാണ്ട് 250-നടുത്ത് മത്സരങ്ങൾ. പിന്നെ കോപ്പ ഡെൽറേ കളിച്ചിട്ടുണ്ട്, ലാലിഗ 2 കളിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സൈനിങ് എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു TMF പൊസിഷനിലേക്ക്. പിന്നെ ഒരു സാലറി വൈസ് നോക്കിയാലും
പിന്നെ സ്റ്റാറ്റ് വൈസ് നോക്കിയാലും ഒക്കെ കുറച്ച് ഡിമ്മാണ് ഒരു സ്റ്റാറ്റ് എന്നൊക്കെ പറയുന്നത്. 80 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇത്രയും നല്ലൊരു സൈനിങ് നടത്തിയപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു മണിയുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം ഒരു കുറഞ്ഞ സൈനിങ് നടത്തിയത്. ഇത് കുറഞ്ഞ പൈസയ്ക്ക് കുറച്ച് എഫക്റ്റീവായിട്ടുള്ളൊരു സൈനിങ് ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഡ്യൂറൻ കപ്പിലെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. എന്തായാലും അതിനെക്കാട്ടി മികച്ച പെർഫോമൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെ വിചാരിക്കും. ഇനി അഞ്ചാമത്തെ താരം, നമുക്കറിയാം കഴുകൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് അവരുടെ ചുണ്ടെന്ന് പറയുന്നത്. സോ ആ ഒരു ചുണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ആൽബർട്ടോ നൊഗ്വേരെ വിശേഷിപ്പിക്കും. ഇപ്പോൾ ഏതാണ് 34 വയസ്സുള്ള താരം, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ്. മുംബൈ സിറ്റി FC വേണ്ടി 40-ലധികം മത്സരങ്ങൾ, FC ഗോവയ്ക്ക് വേണ്ടി 40-ലധികം മത്സരങ്ങൾ. ഇനിയും പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതായത് ലാ ലീഗയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് B ടീമിന് വേണ്ടി ഏതാണ്ട് 60-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സോ വളരെ വളരെ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്പാനിഷ് താരം എന്ന് പറയാം. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് മാത്രമല്ല അതിൻ്റെ ഏഷ്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അസർബൈജാൻ ഫസ്റ്റ് ടയർ ലീഗിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ ഏതാണ്ട് 3 മത്സരങ്ങൾ കഴിയുന്നു. അവിടെ തന്നെ അദ്ദേഹം 1 ഗോളും 2 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. സോ ആബ്സല്യൂട്ട്ലി ഒരു സ്റ്റണ്ണിങ് പെർഫോമർ. എന്തായാലും അവരുടെ ആ ഒരു ബോൾ ഫ്രണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഗോൾ അടിക്കാൻ ഇട്ട് കൊടുക്കുക, ആ ഒരു ചുമതലയെല്ലാം ഇപ്രാവശ്യം ആൽബർട്ടോ നൊഗ്വേരയുടെ കയ്യിലായിരിക്കും. അതായത് ദ ക്രിയേറ്റീവ് വർക്ക് വിൽ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൽബർട്ടോ നൊഗ്വേര എന്ന് തന്നെ പറയണം. ഇനിയും അവസാനത്തെ താരം, 6-മത്തെ താരം, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അതെ എഡ്ഗർ മെൻഡസ്. ഒരു സ്പാനിഷ് താരമാണ്, വളരെയധികം സ്പാനിഷ് എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ്. ലാ ലീഗയിൽ ഏതാണ്ട് 153 മത്സരങ്ങൾ, അതുപോലെ തന്നെ മെക്സിക്കൻ ഫസ്റ്റ് ടയർ ലീഗിൽ ഏതാണ്ട് 60-ലധികം മത്സരങ്ങൾ, ലാ ലിഗ 2-ൽ 30-ലധികം മത്സരങ്ങൾ. സോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് എല്ലാ ടോപ്പ് ടയർ ലീഗിലും, അതായത് സ്പാനിഷ് മെക്സിക്കൻ ടോപ്പ് ടയർ ലീഗിൽ കളിച്ചിട്ട് വരുന്നൊരു താരമാണ് അദ്ദേഹം. ഇത് ലാ ലീഗിൽ 153 മത്സരങ്ങളൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല. അദ്ദേഹം ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡാണ്. വേണമെങ്കിൽ ലെഫ്റ്റ് വിങ് പൊസിഷനിലും കളിക്കാനുള്ള ശേഷിയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഡ്യൂറൻറ്റ് കപ്പിൽ, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറൻറ്റ് കപ്പിൽ ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് ലെഫ്റ്റ് വിങ് പൊസിഷനിൽ കളിച്ചുകൊണ്ടാണ്. യെസ്, അങ്ങനെ 6 വിദേശ താരങ്ങളെയാണ് ബംഗളൂരു FC ഒരു സീസണിലേക്ക് സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സൈനിങ്ങിൽ 3 പേര് സ്പാനിഷ് താരങ്ങളാണ്. നമുക്കറിയാം ബംഗളൂരു FCയുടെ എപ്പോഴും അവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്പാനിഷ് താരങ്ങളാണ്. പിന്നെ ഒരു അർജൻറ്റീനിയൻ താരവും 2 ഓസ്ട്രേലിയൻ താരങ്ങളുമാണുള്ളത്. സോ എന്തായാലും ഈ ഒരു സീസൺ ബംഗളൂരു FCക്ക് വേറെ ലെവലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവർ നടത്തിയിരിക്കുന്നത് വേറെ ലെവൽ സൈനിങ്സാണ്.